ബാൻഡ് ഇല്ലാത്ത അടുക്കള ഉണ്ടാവില്ല അല്ലേ? നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ ഇപ്പോൾ ഈ ഒരു പാക്കറ്റ് മേടിച്ചു കഴിഞ്ഞാൽ എനിക്കിവിടെ ഒരു 3 മാസത്തേക്കൊക്കെ ഉണ്ടാകും കേട്ടോ. പക്ഷെ നമ്മളിത് തീർന്നു കഴിയുമ്പോൾ അടുത്ത പാക്കറ്റ് വാങ്ങുമെന്ന് വെച്ചാൽ പല കാര്യങ്ങൾക്കും നമ്മൾ ഈ ഒരു സാധനം ഉപയോഗിക്കും അല്ലേ? വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല ക്വാളിറ്റി ഉള്ള റബ്ബർ ബാൻഡ് വാങ്ങണം. പെട്ടെന്ന് അലിഞ്ഞു പോകുന്ന റബ്ബർ ബാൻഡ് ഒരിക്കലും നമ്മൾ വാങ്ങരുത് കേട്ടോ. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇതുവരെ ആരും പറഞ്ഞു തരാത്ത, നിങ്ങൾക്ക് അറിയാത്ത കുറച്ചധികം നല്ല ടിപ്സുകൾ ആണ് കേട്ടോ. ആരും സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് കാണുക. ഈ വൈപ്സ് ഒക്കെ എടുക്കുമ്പം ഈ ഒരെണ്ണം എടുത്താൽ അതിൻ്റെ 3ഉം 4ഉം ഒക്കെ വരും. നമ്മളിപ്പം മുതിർന്നവരാണെങ്കിൽ ഒന്ന് കെയർഫുള്ളായിട്ടൊക്കെ പതിയൊക്കെ എടുക്കും അല്ലേ? പക്ഷെ കുട്ടികളാണെങ്കിൽ അങ്ങനെയൊന്നും നോക്കാതെ വലിച്ചെടുക്കുമ്പോഴത്തേക്കും ഒറ്റ വലിക്കാനോ 3 എണ്ണമൊക്കെ വരാറുണ്ട് അല്ലേ? അപ്പോൾ നമുക്കത് വേസ്റ്റ് ആയി പോകും. നമുക്ക് ഒരെണ്ണം മതിയല്ലോ. അപ്പോൾ ഇതുപോലെ റബ്ബർ ബാൻഡ് ഇട്ട് നമ്മൾ വെക്കുകയാണെങ്കിൽ കുട്ടികളാണെങ്കിലും വലിക്കുമ്പം ഒരെണ്ണത്തിൽ കൂടുതൽ എന്തായാലും വരില്ല. എത്ര വലിച്ചാലും ഒരെണ്ണം മാത്രമേ വരുള്ളൂ കേട്ടോ. വളരെ യൂസ്ഫുൾ. അതുപോലെ തന്നെ ടിഷ്യൂ ആണെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ടിഷ്യൂ പേപ്പറിൻ്റെ ഒരു ബോക്സിൽ ഇതുപോലെ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഈ ഒരു ക്രീമൊക്കെ എടുക്കുമ്പം ഇതുപോലെയാണ് തെറിച്ചങ്ങോട്ട് പുറത്തേക്ക് പോകും. നമ്മളുടെ കയ്യിൽ പോലും കിട്ടാതെ തെറിച്ചു പോകും. അപ്പോൾ നമുക്ക് അതിനൊരു സൊല്യൂഷൻ നമുക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് തന്നെ നിങ്ങൾക്ക് ഹാൻഡ് വാഷിലും ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ഇതുപോലെ വലുപ്പമുള്ള ആ ഒരു നോബാണെങ്കിലാണ് കൂടുതലായിട്ട് ഇതുപോലെ തെറിച്ചൊക്കെ പുറത്തേക്ക് പോകുന്നത് കേട്ടോ. ചെറിയ നോബൊക്കെ ആണെങ്കിൽ അത്രയും പോവില്ല, എന്നാലും കൂടുതൽ പ്രസ് ചെയ്താൽ കൂടുതൽ ക്വാണ്ടിറ്റി നമ്മുടെ കയ്യിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പലപ്പോഴും കുട്ടികളായിരിക്കും ഈ ക്രീമുകളൊക്കെ എടുക്കുന്നത്. അപ്പോൾ കൂടുതലായിട്ട് എടുത്തിട്ട് അത് വെറുതെ വേസ്റ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇതുപോലെ ഒരു 2ഓ 3ഓ റബ്ബർ, ഇപ്പോൾ ഇതിൻ്റെ ആ ഒരു നോബ് ഭയങ്കരമായിട്ട് നീട്ടമുള്ളത് കൊണ്ട് അതൊരു 3 റബ്ബർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ ഒരു ഇതിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ഈവൺ ആയിട്ട് കുറച്ച് മാത്രമേ വരുള്ളൂ. വെറുതെ വേസ്റ്റ് ആക്കി കളയേണ്ട കാര്യമില്ല. അടുത്തതായിട്ട് നമ്മൾ അടുക്കളയിൽ ഇതുപോലെയൊക്കെ സ്പൂണുകൾ ഇട്ട് കഴിഞ്ഞാൽ എല്ലാം കൂടെ മിക്സ് ചെയ്തിരിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നും അല്ലേ? നമ്മൾ ഒരു കയ്യിലെടുക്കുമ്പോഴത്തേക്കും ബാക്കിയുള്ളതെല്ലാം കൂടെ നിലത്തേക്ക് വീഴും. അങ്ങനെയൊക്കെ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതുപോലെ ഓട്ടയുള്ള ഒരു ഇതാണെങ്കിൽ നമുക്ക് ഓട്ടോയിലൂടെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ എല്ലാത്തിലും അങ്ങനെ ഒരു ഓട്ടോ ഉണ്ടാകണമെന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിപ്പോൾ കോമൺ ആയിട്ടുള്ള ഒരു രീതിയിൽ കാണിച്ചു തരുന്നത്. ഇതുപോലെ ബാൻഡ് ഇതുപോലെ ഒന്ന് എത്ര കളമാണോ നിങ്ങൾക്ക് വേണ്ടത്, എത്ര ആ ഒരു സ്പൂണ് വെറൈറ്റി, ഇപ്പം ഞാൻ ഓരോ വെറൈറ്റി വലിയ സ്പൂൺ ചെറിയ സ്പൂൺ അങ്ങനെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര കളം വേണം അത്രയും നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. എന്നിട്ട് ഓരോന്നും അതുപോലെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. സെയിം ആയിട്ടുള്ളത് ഒരു ബോക്സിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും ഇത് എടുക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ ഒരു സ്പൂൺ എടുക്കുമ്പോഴത്തേക്കും മറ്റുള്ള സ്പൂണും നിലത്തേക്ക് വീഴാനായിട്ട് ചാൻസ് ഉണ്ട്. ഇപ്പോൾ കുട്ടികളൊക്കെ തനിയെ, ഇപ്പോൾ നമ്മളൊക്കെ പുറത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കുട്ടികളൊക്കെ തനിയെ എടുത്ത് കഴിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ നമ്മൾ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു അടുക്കളയൊന്നും മെസ്സായി പോകില്ല. ഇല്ലെങ്കിൽ നമ്മൾ വരുമ്പോഴത്തേക്കും എല്ലാ സ്പൂണും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുകയും ചെയ്യും. നമുക്കത് തപ്പിപ്പിടിച്ചെടുക്കാനൊക്കെ ഭയങ്കര പാടല്ല. എല്ലാവരും വർക്കിംഗ് വുമൻസ് ആണ്. ഇപ്പം ആരും വീട്ടിലിരിക്കുന്ന ആരും ഇല്ലല്ലേ? അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ ചെയ്തു വെച്ചാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊന്ന് ചെയ്തു നോക്കാം കേട്ടോ. അടുത്തതായിട്ട് കുട്ടികൾക്ക് ഇതുപോലെ പെൻസിലും പേനയും കളർ പെൻസിലും ക്രയോൺസും എല്ലാം ഉണ്ടാവൂലേ? അപ്പം എല്ലാം കൂടെ മിക്സ് ചെയ്ത് കിടക്കുമ്പോൾ അത് ഒരു ഭംഗിക്കുറവാണ്. അതുപോലെ തന്നെ അവർക്ക് എടുക്കാനും വെക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടല്ലേ? ഇതുപോലെ ബാൻഡിൽ ഇതുപോലെ വെച്ച് കൊടുത്താൽ നല്ല നീറ്റിനും ഇരിക്കും. അവർക്ക് എടുക്കാനും വെക്കാനൊക്കെ വളരെ എളുപ്പമായിരിക്കും കേട്ടോ. ആയിട്ട് നമ്മൾ ഇതുപോലെ വലിയ പാത്രങ്ങളിൽ സ്പൂൺ ഇടുമ്പം ഏറ്റവും വലിയ പ്രശ്നമാണ് ഇതിങ്ങനെ വീണ് പോകുക എന്നുള്ളത് കേട്ടോ. അതിപ്പോൾ വലിയ സ്പൂൺ ആണെങ്കിൽ കൂടി അത് കുറച്ച് കഴിയുമ്പോൾ ഇപ്പോൾ കറികളൊന്നും ഇതിലില്ലാത്തത് കൊണ്ടാണ് ഇതിങ്ങനെ നിൽക്കുന്നത്. കറികളൊക്കെ ഉണ്ടെങ്കിൽ ഒട്ടും ഇതിൽ ഇരിക്കില്ല. അത്രയും പെട്ടെന്ന് തന്നെ അതിലേക്ക് വീണ് പോകും. ഇപ്പോൾ കുട്ടികൾക്ക് ഫുഡൊക്കെ കൊടുക്കുമ്പോഴും ബൗളിലൊക്കെ എന്തെങ്കിലും ഇപ്പോൾ നൂഡിൽസ് ഒക്കെ ഇട്ട് കൊടുക്കുമ്പോഴും റബ്ബർ ബാൻഡ് ഇതുപോലെ ഇട്ട് കൊടുത്താൽ ഒട്ടും താഴോട്ട് പോകാതെ തന്നെ അത് സ്റ്റിക്കായിട്ട് അവിടെ നിന്നോളും കേട്ടോ. കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു കൊടുത്താൽ വളരെ എളുപ്പത്തിൽ ഇതാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതുപോലുള്ള ബൗളിൽ മൂടികൾ ലൂസായി പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു ബൗളിൽ നിന്നല്ല കേട്ടോ, നമ്മളുടെ മിക്സിയുടെ മൂടി ലൂസായി ലീക്ക് ഉണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ട്രിക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, റബ്ബർ ബാൻഡ് വാങ്ങുമ്പോൾ
ക്വാളിറ്റി ഉള്ളതൊന്ന് വാങ്ങണം. ഇങ്ങനെ വെള്ളം വീഴുമ്പോഴത്തേക്കും മെൽറ്റായി പോകുന്ന രീതിയിലുള്ള ബാൻഡ് മേടിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കാൻ പാടില്ല. ഇതെന്ന് പറയുമ്പോൾ ഇത്തിരി അധികം നല്ല ക്വാളിറ്റിയാണ്, അങ്ങനെയൊന്നും മെൽറ്റായി പോകുകയൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഈ മിക്സിയുടെ മൂടി ലൂസായാലൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ലോക്കലായിട്ടുള്ള റബ്ബർ ബാൻഡ് ഒന്നും അങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കില്ല കേട്ടോ. അത് മെൽറ്റായി നമ്മളുടെ ഭക്ഷണത്തിൽ പോയി വയറ്റിൽ പോയിട്ട് വളരെ ബുദ്ധിമുട്ട് ഉണ്ടാക്കും. പക്ഷെ നമ്മൾ വാങ്ങുമ്പോൾ ഇത്തിരി ക്വാളിറ്റി ഉള്ള നല്ല ബ്രാൻഡ് നോക്കി മേടിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നമേ ഉണ്ടാവില്ല. ആ ഒരു മെൽറ്റായി വരിക എന്നുള്ള പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കാം. അടുത്തായിട്ട് നമ്മൾ ഹറിബറിയിൽ നമ്മൾ അടുക്കളയിൽ അല്ലെങ്കിൽ നമ്മൾ പതിയൊക്കെ നമ്മൾ തുറക്കുമായിരിക്കും. പക്ഷെ നമ്മൾ ഹറിബറിയിൽ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു മൂടിയൊക്കെ ഗ്രിപ്പ് ഇല്ലെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടല്ലേ, ഈ തുറക്കാനും അടക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒരു ഇതുപോലെ നമ്മൾ എപ്പോഴും എടുക്കുന്ന ഒരു പാത്രത്തിൽ റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചാൽ നല്ല ഗ്രിപ്പ് കിട്ടാൻ നല്ലതാണ് കേട്ടോ. അടുത്തതായിട്ട് പഞ്ചസാര, അതുപോലെ തന്നെ ഉപ്പ്, ഇവയൊക്കെ നമ്മൾ എടുക്കുമ്പോൾ കൂടുതലായി പോകും. എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഇത്. ഹറിബറിയിൽ നമ്മൾ എടുക്കുമ്പം മിക്കപ്പോഴും കൂടുതലായി പോകും. അപ്പം നമുക്ക് ഇതുപോലെ ഒരു റബ്ബർ ബാൻഡ് ഇതുപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഈവണായിട്ട് നമുക്ക് ആവശ്യത്തിന് മാത്രം എടുക്കാം. ഞാൻ പറഞ്ഞു നല്ല ബ്രാൻഡ് നോക്കി വാങ്ങണം. ഫുഡിൻ്റെ ഇതിനൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നല്ലത് തന്നെ നോക്കി വാങ്ങിച്ചാലേ അങ്ങനെയൊക്കെ ചെയ്യാവുള്ളൂ കേട്ടോ. അടുത്തതായിട്ട് അടുക്കളയിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് കേട്ടോ ഇതുപോലെ മുട്ടയാകട്ടെ എന്തെങ്കിലും വെച്ച് ഇങ്ങനെ ഉരുണ്ട് നിലത്തേക്ക് പോകാം. മുട്ട പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതിനുള്ള ടിപ്പ് ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട്. ഒരു തരി പോലും മണമില്ലാതെ തന്നെ നമുക്ക് തുടച്ചെടുക്കാനൊക്കെ ഉള്ള വിദ്യ ഉണ്ട് കേട്ടോ. എന്നാലും അത് തുടക്കേണ്ട ഒരു ബുദ്ധിമുട്ട് അലയ്ക്കുമ്പോൾ അത് പൊട്ടാണ്ടിരിക്കണേ നല്ലത്. അപ്പോൾ ഒരു ബാൻഡ് ഇതുപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ഥലത്ത് നിന്ന് അനങ്ങ പോലും ഇല്ല. നോക്കിക്കേ, നല്ല സൂപ്പറായിട്ട് ഇരിക്കും കേട്ടോ. അടുത്തായിട്ട് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കി അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ കൗണ്ടർ ടോപ്പിൽ ചെയ്യുമ്പോൾ ഇതുപോലെ പാത്രം ഇങ്ങനെ ഇളകി കളിക്കുമല്ലേ. ഇപ്പോൾ ഈ ഒരു സ്റ്റീൽ പാത്രം ആകട്ടെ അല്ലെങ്കിൽ ഈ ഒരു ഗ്ലാസ് പാത്രം ആകട്ടെ, ഏതൊരു പാത്രമാണെങ്കിലും ഇങ്ങനെ ഇളകി ഇളകി കളിച്ചുകൊണ്ടിരിക്കും. നമ്മൾ പിടിക്കുന്ന സ്ഥലത്ത് ഒന്നും കിട്ടില്ല. അപ്പോൾ 3 ബാൻഡ് എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഈവണായിട്ട് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഇതാക്കുകയാണെങ്കിൽ എത്ര നമ്മളിങ്ങനെ ഷെയ്ക്ക് ചെയ്താലും ഒരു തരി പോലും അനങ്ങാതെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കും. ഒരു തരി അനങ്ങിയില്ല നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കുഴച്ചെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഈ ഒരു ടിപ്പ് വളരെ യൂസ്ഫുള്ളാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു തുണിയിട്ട് പിന്നെ ആ തുണി കഴുകി എടുക്കണം, അത് ഉണക്കിയെടുക്കണം. അതിനൊന്നും ആവശ്യമില്ല. ഈ ഒരു റബ്ബർ ബാൻഡ് എടുത്ത് നമ്മൾ മാറ്റി വെച്ചാൽ മതി. ഈ ഒരു യൂസിനായിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ കുട്ടികളുള്ള വീട്ടിലാണ് ഏറ്റവും വലിയ പ്രശ്നം. അടുക്കളയിലൊക്കെ കയറി വാതിൽ ലോക്ക് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ടെൻഷൻ വേറെ ലെവലാണല്ലേ. ഇപ്പം റൂമിലാണെങ്കിൽ കൂടി അങ്ങനെ തന്നെയാണ്. പക്ഷെ അടുക്കളയിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു ബാൻഡ് നമ്മളുടെ അടുക്കളയുടെ കിച്ചണിൻ്റെ ആ ഒരു ഡോറിൽ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. രാവിലെ ഇട്ടിട്ട് രാത്രി കിടക്കുമ്പോൾ നമ്മളത് അഴിച്ചു മാറ്റി അടച്ചാൽ മതി. അപ്പോൾ എത്ര അടക്കാൻ അവർ ശ്രമിച്ചാലും അത് അടയേ ഇല്ല കേട്ടോ. അത് നമ്മൾ എത്ര പുഷ് ചെയ്താലും അത് അടഞ്ഞ് വരില്ല. അതുപോലെ കാറ്റത്ത് ഡോർ അടയുന്ന പ്രശ്നവും ഉണ്ടാവില്ല. അടുത്തതായിട്ട് നമ്മൾ അഴമേലൊക്കെ നമ്മളിപ്പോൾ തുണിയൊക്കെ അലക്കി ഇടും. എന്നിട്ട് നമ്മൾ അകത്തേക്ക് കയറുമ്പോഴത്തേക്കും ഒരു കാറ്റിനോ 2 കാറ്റിനോ നിലത്തേക്ക് അത് വീണു പോകും. അല്ലെങ്കിൽ നമ്മുടെ കബേർഡിൻ്റെ ഉള്ളിലാണെങ്കിലും ഈ ഹാങ്കറിൽ തുണികൾ ഇടുമ്പം പെട്ടെന്ന് നിലത്തേക്ക് പോകുന്ന ഇപ്പം സിൽക്കി ആയിട്ടുള്ള തുണികളാണെങ്കിൽ കൂടുതൽ അങ്ങനെ ആയിരിക്കും അല്ലേ. അപ്പോൾ കോട്ടണൊക്കെ ആണെങ്കിൽ കുറച്ചെങ്കിലും നിൽക്കും. ഈ ഒരു നമ്മളുടെ ഇതിൽ ഹാങ്കറിൽ 2 ഭാഗത്തും റബ്ബർ ബാൻഡ് ഇതുപോലെ ഇട്ടുകൊടുത്ത് തുണികൾ ഇട്ടുകൊടുത്ത് എത്ര വലിയ കാറ്റത്തും ഇത് ഒരു തരി പോലും നിലത്തേക്ക് വീഴുകയോ അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവുകയോ ചെയ്യില്ല കേട്ടോ. സൂപ്പറായിട്ടുള്ള ടിപ്പാണ്. നമ്മൾ തുണികൾ അലക്കിയിടുമ്പോഴാണ് എനിക്ക് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഈ ഒരു വരുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്തു വെച്ചാൽ മാത്രം മതി കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ എത്ര കറ പിടിച്ച ബാത്റൂമും നിമിഷ നേരം കൊണ്ട് തുടച്ചെടുക്കാൻ പറ്റുന്ന കിടിലൻ സൂത്രമാണ്. കുറച്ച് ലിക്വിഡായിട്ടുള്ള സോപ്പ് ഏതാണെങ്കിലും നിങ്ങൾ എടുത്താൽ മതി. അതിലേക്ക് ഈനോ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം കേട്ടോ. അത് ശ്രദ്ധിക്കേണ്ടത് ഒരിത്തിരി കുഴിയൻ പാത്രമാണ് എടുക്കേണ്ടത്. ഇത് പതഞ്ഞു പൊങ്ങി വരും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നിങ്ങൾ വെള്ളം ചേർക്കാനായിട്ട്. വളരെ കുറച്ച് മാത്രം ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ ഒന്ന് താന്ന് വരുന്നതാണ് കേട്ടോ. ആ താന്ന് വരുന്നത് വരെ ഒന്ന് ക്ഷമയോടെ നിൽക്കണം. എന്താണെന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ അത് പുറത്തേക്ക് പോയി അതിൻ്റെ ആ ഒരു എഫക്റ്റ് കുറയും. നമ്മൾ കുറേയിട്ട് ഇളക്കി ഇതാക്കി പത കുറേ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ
അതിൻ്റെ ആ ഒരു എഫക്റ്റ് ഇല്ലേ, ആ ഒരു എന്താണ് ഇപ്പം സോപ്പ് പൊടി കുറേ വെള്ളം ചേർത്തിട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതുപോലെ. എന്നിട്ട് നമ്മൾ ഈ ഒരു ഇത് കുറച്ച് വെള്ളത്തിലേക്ക് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഈ ഒരു കട്ടിയെ പടി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പാട് പോലെ വരും, ഒരു എന്താ പറയുക പാണ്ട് പിടിച്ച പോലെ എന്ന് പറയില്ലേ, അങ്ങനെ വരും. അപ്പം അതിനു വേണ്ടി അതില്ലാണ്ടിരിക്കാനാണ് നമ്മളൊരു 1/4 ഗ്ലാസ് വെള്ളത്തിലും കൂടെ ഇത് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ സ്പ്രേ ബോട്ടിലാക്കി വെക്കാം. ഈ ഒരു ലിക്വിഡ് നമുക്ക് ഒരു 2 ആഴ്ചത്തേക്ക് എന്തായാലും ഉണ്ടാവും കേട്ടോ. ഒരു കോട്ടൺ തുണി മസ്റ്റായിട്ടും വേണം, അല്ലെങ്കിൽ നല്ല കോട്ടൺ ടർക്കി ആണെങ്കിലും സൂപ്പറാണ് കേട്ടോ. നല്ല പോലെ തന്നെ നല്ല സ്ട്രോങ്, നല്ല വെള്ളമൊക്കെ വലിച്ചെടുക്കുന്ന ടൈപ്പ് ടർക്കി ചെറിയ കിട്ടുമല്ലോ, അങ്ങനെയാണെങ്കിലും അത് നല്ലതാണ്. പക്ഷെ നമ്മൾ കളയുന്ന ഈ ഒരു ബെഡ്ഷീറ്റിൻ്റെ പീസോ അല്ലെങ്കിൽ നമ്മളുടെ ഷോള്, നല്ല കോട്ടൺ ഷോളിൻ്റെ പീസോ ഒക്കെ മതി കേട്ടോ നമ്മൾ കളയാൻ വെച്ചേക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു ടർക്കി ഉണ്ടെങ്കിൽ സൂപ്പറാണ്. ഇതുപോലെ ഒന്ന് മടക്കി എടുക്കുക, ഭയങ്കര കട്ടിയിലൊന്നും വേണ്ട. എന്നിട്ട് നമ്മൾ വൈപ്പറില്ലേ, നമ്മൾ മേശപ്പുറമൊക്കെ വൈപ്പ് ചെയ്യുന്ന വൈപ്പർ, അതെടുത്തിട്ട് നമുക്ക് ഇതിലൊന്ന് റബ്ബർ ബാൻഡ് കൊണ്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിലൊന്ന് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ആ ഒരു ഭാഗം ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കി കൊടുത്താൽ മതി. എന്നിട്ട് 2 ഭാഗത്തും റബ്ബർ ബാൻഡ് ഇട്ടാൽ മതി. നമുക്ക് കൈവേദന എടുക്കുന്ന ഏറ്റവും വലിയൊരു ജോലിയാണ് ബാത്റൂമിൻ്റെ എന്താണ് പറയാം, ഇത് ടൈലുകൾ ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഈ ഒരു ലിക്വിഡ് കൊണ്ട് കഴുകിക്കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും പിന്നെ അഴുക്ക് പിടിക്കില്ല കേട്ടോ. അതാണ് ഏറ്റവും വലിയ ഗുണം. ഇതൊന്ന് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. മാസത്തിൽ ഒരിക്കലൊക്കെ നമ്മൾ ഈ ഒരു ഇത് ചെയ്താൽ മതി. പിന്നെ പെട്ടെന്ന് മഞ്ഞക്കറയൊക്കെ പിടിക്കുന്നു, ഇപ്പം ബോർവെല്ലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കറ പിടിക്കുമല്ലോ. അങ്ങനെയുള്ളതാണെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും നിങ്ങൾ കഴുകണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഉരച്ച് എല്ലായിടത്തും ഒന്ന് ഈവണായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ബാത്റൂമൊക്കെ കഴുകണമെങ്കിൽ ഈ ഒരു ലിക്വിഡ് ഒരു 3-4 ബാത്റൂം കഴുകാനേ ഉണ്ടാവുള്ളൂ കേട്ടോ. അത്രയൊക്കെ മതി. നമ്മൾ കുറേ ഒന്നും നമുക്ക് ആവശ്യമില്ല. ഇത് സ്പ്രേ ചെയ്ത് ഇതുപോലെ ഒന്ന് തുടച്ചെടുത്താൽ മതി. വെള്ളം ഒന്നും വേണ്ട, ഉരച്ച് തേച്ച് കഴുകേണ്ട കാര്യമൊന്നുമില്ല. അതുപോലെ തന്നെ ക്ലോസറ്റിലാണെങ്കിലും ഈ ഒരു ലിക്വിഡ് ഒഴിച്ചിട്ട് നമ്മളൊന്ന് ഫ്ലഷ് ചെയ്താൽ മതി. ഇപ്പം ഞാനിവിടെ കാണിച്ചു തരുന്നത് നമ്മളുടെ വാഷ് ബേസിനാണ് കേട്ടോ. ഇത് ഞാൻ അഴുക്കാക്കാൻ കാത്തു നിന്നതാണ് നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാൻ വേണ്ടി. അപ്പം നല്ലതുപോലെ തന്നെ തേച്ച് പിടിപ്പിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളമൊഴിച്ചാൽ മാത്രം മതി. അതുപോലെ സ്റ്റീൽ പൈപ്പ് ആകട്ടെ, നമ്മളുടെ അടുക്കളയിലുള്ള കിച്ചൺ സിങ്ക് ആകട്ടെ, ഇവയെല്ലാം ക്ലീൻ ചെയ്യാനായിട്ട് ഇത് മതി. ബാഡ് സ്മെല്ല് പോകാനും നല്ലതാണ്. അതുപോലെ തന്നെ പുതുമ നിൽക്കാനും, അതുപോലെ നല്ല പോലെ തന്നെ ക്ലീനായി കിട്ടാനും സൂപ്പറാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മളുടെ ജനാലൻ്റെ ഈ ഒരു ഡോറിൻ്റെ ചില്ലാകട്ടെ, ജനാല ആകട്ടെ, കബേർഡ് ആകട്ടെ, എന്തൊരു സാധനം ക്ലീൻ ചെയ്യാൻ ഈ ഒരു ലിക്വിഡ് മാത്രം മതി. നമ്മൾ കാശ് കൊടുത്ത് ഒന്നും വാങ്ങണ്ട. ആ ഈനോ ഒരു 10 രൂപയാണ്. പിന്നെ ഏതെങ്കിലും ലിക്വിഡ് സോപ്പ് ഒരു 2-3 ടേബിൾ സ്പൂണാണ് അതിൽ ഒഴിച്ചു കൊടുത്തേക്കുന്നത് കേട്ടോ. അത്ര മാത്രം മതി. ഹാംഫുൾ ആയിട്ടുള്ള ഒന്നുമില്ല. മുഖം നോക്കുന്ന മിററൊക്കെ നല്ല വെട്ടി തിളങ്ങും. ഒന്ന് സ്പ്രേ ചെയ്ത് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുത്താൽ മതി. ഞാനിത് ഇവിടെ ലൈവായിട്ട് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ജോലികൾ വളരെ എളുപ്പമാക്കാൻ പറ്റിയ നല്ല ടിപ്സുകളല്ലേ എല്ലാം. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഇട്ട് കമൻറ്റ് ചെയ്ത് അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതുപോലെ റബ്ബർ ബാൻഡ് നമ്മൾ സൂക്ഷിക്കുമ്പോൾ പൗഡർ ഇട്ട് ഉപയോഗിച്ചാൽ നല്ലതാണ്. അത് ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. പക്ഷേ നമ്മൾ പല കാര്യങ്ങൾക്കും എടുക്കുമ്പോൾ ആ ഒരു പൗഡർ എല്ലായിടത്തും ആകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് കുറച്ച് വാസലിൻ കയ്യിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഈ ഒരു റബ്ബർ ബാൻഡിൽ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ എത്ര കാലം ഇരുന്നാലും ഒന്നും പറ്റില്ല കേട്ടോ. കയ്യിൽ സ്പ്രെഡ് ചെയ്തിട്ട് വേണം ഈ ഒരു റബ്ബർ ബാൻഡിലേക്ക് നിങ്ങൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം.